ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിനൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്താൻ പോകുന്നത്. ഏതായാലും ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും വലിയ പ്രകടനമായിട്ടാണ് സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി RDO ഓഫീസിലേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ള BJP പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടി സ്ഥാനാർത്ഥിക്കൊപ്പം എത്തുന്ന കാഴ്ച ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ പരിപാടിയിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി എന്ന് ചോദിച്ചാൽ അത് ഈ BJPയുടെ ശോഭാ സുരേന്ദ്രൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയേറെ BJP പ്രവർത്തകരും മറ്റുമൊക്കെ അണിനിരന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതാ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ഒരുങ്ങുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഇപ്പോൾ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി RDOയുടെ ചേംബറിലേക്ക് കടന്നിരിക്കുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും പ്രധാനപ്പെട്ട നേതാക്കളും മാത്രമാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി RDO ചേംബറിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാലക്കാട് ഈ ഒരു സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ വരവോടുകൂടി പാലക്കാട്ടെ ആ ഒരു തെരഞ്ഞെടുപ്പ് അത് അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതമാവുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല സ്ഥാനാർത്ഥിക്ക് ഉള്ള ഒരു സ്വീകാര്യത അത് പാലക്കാട്ടെ ഓരോ കോണുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഓരോ കോണുകളിൽ നിന്നും ലഭിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായിട്ട് നഗരത്തിലെ ഒരു കച്ചവടക്കാരൻ വരുന്നു. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് ഒരു സിനിമാ താരവും വരുന്നു. ഒരു രാഷ്ട്രീയ മത്സരം പോലും പാലക്കാട് നടക്കുന്നില്ല. അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രൻ, നമുക്കറിയാം പാലക്കാട്ടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മുൻപ് പാലക്കാട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP 3-ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ പിന്നീട് BJP ആദ്യമായിട്ട് 2-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയും പിന്നീട് തുടർച്ചയായിട്ട് ആ ഒരു വിജയത്തിന് തൊട്ടരികിൽ വരെ മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ചപ്പോൾ എത്തുകയൊക്കെ ചെയ്തത് അത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് 2016 തെരഞ്ഞെടുപ്പോടു കൂടിയായിരുന്നു എന്നുള്ളതാണ്. 2016 വരെ ക്രമാതീതമായി വളർച്ച ഈ മണ്ഡലത്തിൽ BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും വലിയ പാരമ്യത്തിലേക്ക് എത്തിയത് അത് 2016 തെരഞ്ഞെടുപ്പിലായിരുന്നു. ഏതായാലും ആ 2016 ആദ്യമായിട്ട് മണ്ഡലത്തിൽ 3-ാമത് ഉണ്ടായിരുന്ന പാർട്ടിയെ 2-ാമതാക്കിയ വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അതേ ശോഭാ സുരേന്ദ്രൻ വീണ്ടും പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അവർ വീണ്ടും മത്സര രംഗത്ത് ഇപ്പോൾ സജീവമായിട്ട് ഓരോ കോണുകളിലും കടന്നു ചെല്ലുമ്പോൾ ഈ പാലക്കാടിൻ്റെ ഓരോ മുക്കും മൂലയും അവർക്ക് സുപരിചിതരാണ്. പാലക്കാട്ടെ ഓരോ ജനങ്ങൾക്കും അവരെ സുപരിചിതയാണ് എന്നുള്ളത് കൂടി ആ സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നതിൻ്റെ കാരണമാണ് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരുന്നു, CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ടുകൾ ഇത്തവണ BJPയിലേക്ക് ഇത്തവണ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രോസസ് RDOയുടെ ചേംബറിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് അശ്വതി. തീർച്ചയായും അരുൺ, അതുതന്നെയാണ് പാലക്കാട് നല്ല ചുട്ടു പൊള്ളുന്ന മണ്ണിൽ, പരുത്തി മണ്ണിൽ കൊടുത്തതാണ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ വെയിലത്തൊന്നും പാടില്ല. പ്രത്യേകിച്ച് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാകുന്ന കേരളത്തിലെ ആദ്യ വനിതാ നേതാവെന്ന ബഹുമതി കൂടി ശോഭാ സുരേന്ദ്രന് സ്വന്തമാണ്. ശോഭാ സുരേന്ദ്രന്റെ പോരാട്ടം നമുക്കറിയാം. ശബരിമല വിഷയം വന്നപ്പോഴാകട്ടെ ശക്തമായ നിലപാട് സ്വീകരിച്ച നമ്മളെ കേരളത്തിലെ സ്ത്രീകളുടെ എല്ലാം ശക്തിയുടെ പ്രതീകമായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഒപ്പം PSC നിയമനത്തിലെ അഴിമതി ഇതെല്ലാം പുറത്തു കൊണ്ടുവരാനും അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഒക്കെ നിന്ന് സമരങ്ങൾ നയിച്ച ധീരയായ വനിത തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ ഈ പാലക്കാട് പരിശോധിക്കുകയാണെങ്കിൽ, പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം 29% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ BJPക്ക് അവിടെ സാധിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്ന ജനകീയ വനിതാ നേതാവിൻ്റെ ഇടപെടലിലൂടെ തന്നെ എന്ന് പറയേണ്ടി വരും അരുൺ. അത്രത്തോളം ജനകീയമാണ് ശോഭാ സുരേന്ദ്രൻ. ഒപ്പം കേരള രാഷ്ട്രീയത്തിൻ്റെ ഫയർ ബ്രാൻഡ് എന്നാണ് ശോഭാ സുരേന്ദ്രനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ CPM-നെ മൂന്നാമതായി പിന്തള്ളിക്കൊണ്ട് BJP-യുടെ ശോഭാ സുരേന്ദ്രൻ അവിടെ രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ ഇന്നിപ്പോൾ 2026 നമ്മൾ എത്തുമ്പോൾ ഒരു വിജയം അത് സുനിശ്ചിതമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ജനകീയ പിന്തുണയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോൾ പോലും ശോഭാ സുരേന്ദ്രനുള്ളത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അരുണേ, ശോഭാ സുരേന്ദ്രന് അവിടെ എന്തൊക്കെ ഘടകങ്ങളാകും വോട്ടായി മാറുക? അശ്വതി, പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഈ ഒരു മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പാർട്ടിയെ എത്തിച്ചത് 2016 ശോഭാ സുരേന്ദ്രൻ്റെ വരവോടുകൂടിയാണെന്നുള്ളതാണ്. അതിനുശേഷം അവർ വിവിധ ചുമതലകൾ വഹിച്ചു. BJP പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. വലിയ രീതിയിലുള്ള ആവേശമാണ് അണികൾക്കെല്ലാം ഉള്ളത്. ഒപ്പം ഏറ്റവും പ്രധാനമായും പറയേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകരല്ലാതെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനാണ് അണികളില്ലാതെ അണികളെക്കാളേറെ സാധാരണ ജനങ്ങളാണ് ശോഭാ സുരേന്ദ്രനോടൊപ്പം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും നിയമസഭാ മണ്ഡലത്തിലും BJP-യുടെ വോട്ടുകൾ ലക്ഷങ്ങൾ കടത്തിയതിൽ ശോഭയുടെ വ്യക്തിപ്രഭാവം അത് വലിയ പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. BJP-ക്ക് വിജയ സാധ്യതയുള്ള A ക്ലാസ് മണ്ഡലമായി പാലക്കാടിനെ മാറ്റിയതിൽ ശോഭാ സുരേന്ദ്രന് വലിയ പങ്ക് തന്നെയാണുള്ളത്. പാലക്കാടിന് ഇതെന്തൊരു ശോഭ, പാലക്കാട് സർവം ശോഭമയമാകുമോ? അതൊക്കെയാണ് കേരളം ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. കേരളത്തിന്റെ ഈ 140 നിയമസഭാ മണ്ഡലം എടുത്താൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രന്റെ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ CPM-ന് അങ്ങനെ ഒരു മത്സരമേ ഇല്ല. ഇനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു പാലക്കാടിന്റെ MLA ഈ കേരളത്തിനോട് കാണിച്ച വൃത്തികേട് അതെല്ലാം ലോകം കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ്. NDAക്ക് മാത്രമല്ല പാലക്കാട് ജനതയ്ക്കും. ശക്തമായ സ്ത്രീ സാന്നിധ്യം, പാലക്കാട്ടെ മൂത്താൻതറ പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ശോഭയ്ക്കുള്ള ജനസ്വാധീനം അത് പാർട്ടിക്ക് താഴെത്തട്ടിൽ വലിയ കരുത്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഈ പാലക്കാടിൻ്റെ കാർഷിക വ്യാവസായിക മുരടിപ്പായിക്കോട്ടെ അതൊക്കെ മാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉറപ്പാക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ മുന്നണികൾ അതായത് LDF UDF ഇവരുടെയൊക്കെ വികസന മുരടിപ്പിനെതിരെ ഒരു അവസരം നൽകൂ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ശോഭാ സുരേന്ദ്രൻ അന്നും ഇന്നും എന്നും ഇനി അങ്ങോട്ടും പ്രവർത്തിക്കാൻ ഒടുങ്ങുന്നത്. നമുക്കറിയാം 2016 പാലക്കാട് മണ്ഡലത്തിൽ ശോഭ മത്സരിച്ചിരുന്നു. CPM-നെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട്. ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം, 29% വോട്ടുകൾ അവിടെ വർദ്ധിപ്പിക്കാൻ BJP-യുടെ അക്കൗണ്ടിലേക്ക് വീഴാൻ BJP-യെ പാലക്കാട് A ക്ലാസ് മണ്ഡലമാക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്ന ശക്തിയായ വനിതാ നേതാവ് നയിച്ച പോരാട്ടം നാം എല്ലാവരും ഓർക്കണം. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ഒരു വിജയം അത് ഉറപ്പാണ്. അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെയും NDAയുടെയും ആത്മവിശ്വാസം. അരുണുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന്റെ ആ ചടങ്ങുകൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? അശ്വതി, ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സെറ്റായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിൻ്റെ ക്രോസ് ചെക്കിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ RDOയുടെ ചേംബറിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ ഒരു ആവേശം തന്നെയാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഈ പ്രധാനമായിട്ടും പാലക്കാട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി വന്നതിന് ശേഷം തന്നെ വലിയ രീതിയിൽ എല്ലാ തരം ജനങ്ങളുടെയും ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു കാഴ്ച നിരന്തരം കാണുന്നു എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയമായിട്ട് ഓരോ വോട്ടറും പാലക്കാട്ടെ ഓരോ വോട്ടറും നോക്കുമ്പോൾ അവർക്ക് ഏറെ സുപരിചിതയാണ് NDAയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ്. കാരണം അവർ ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ച് അവിടെ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടി മുന്നേറി വിവിധ ചുമതലകൾ അതായത് BJPയുടേതാണെങ്കിലും മറ്റ് സംഘപരിവാർ സംഘടനകളുടെ ആണെങ്കിലും ഒക്കെ ചുമതലകൾ വഹിച്ച് അതിന് ശേഷം പിന്നീട് കഴിഞ്ഞ കുറേയേറെ കാലമായി നമുക്കറിയാം കേരള
കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത, അതായത് ശോഭാ സുരേന്ദ്രനേക്കാൾ മികച്ചൊരു വനിത കേരള രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള വളരെ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തി ആളുകളെ കയ്യിലെടുക്കുന്ന, ഓരോ ആളുകളുടെയും കൃത്യമായ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന, ഒരു നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ബോധ്യങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി 2016 ഇവിടെ മത്സരിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ആവണം തങ്ങളുടെ MLA എന്ന് പാലക്കാട്ടെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഫലമായിരുന്നു അന്ന് 3ാം സ്ഥാനത്തുണ്ടായിരുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ 2016 മുന്നേറ്റം. 2016 ശേഷം നമുക്കറിയാം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E. ശ്രീധരനാണ് പാലക്കാട് മത്സരിച്ചത്. മെട്രോമാൻ മത്സരിച്ച വേളയിലും പാലക്കാട്ടെ ജനങ്ങൾ ദേശീയതയ്ക്ക് പിന്തുണ നൽകുന്ന കാഴ്ച തന്നെയായിരുന്നു കണ്ടത്. കാരണം അന്ന് 50,000-ഓളം വോട്ടുകളാണ് മെട്രോമാൻ പാലക്കാട് മണ്ഡലത്തിൽ കരസ്ഥമാക്കിയത്. പക്ഷേ CPM-ൻ്റെ 5,000-ഓളം വോട്ടുകൾ കുറയുന്ന സാഹചര്യമുണ്ടായി. ആ 5,000-ഓളം CPM-ൻ്റെ വോട്ടുകൾ UDF-ൻ്റെ പാളയത്തിലേക്ക് BJP വിജയിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെ അങ്ങോട്ടേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്ന സാഹചര്യത്തിലായിരുന്നു 3,000 വോട്ടുകൾക്ക് BJP പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇത്തവണയാണെങ്കിൽ CPM-ൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് നടത്തുമോ ഇല്ലയോ എന്നുള്ളത് ഒരു എടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ക്രോസ് വോട്ടിംഗ് നടത്തിയാലും തുടർഭരണം എന്ന് ലക്ഷ്യം കാണുന്ന, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന CPM-ന് അത് വലിയ തിരിച്ചടിയാവും എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഘടകം എന്നുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വരുന്നു. ആ 3 മുന്നണി സ്ഥാനാർത്ഥികളിലും പാലക്കാട്ടെ ഓരോ വോട്ടർമാരും ചിന്തിക്കുമ്പോൾ അവർക്ക് സുപരിചിതയായിട്ടുള്ള വ്യക്തി മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന്, അതിനുവേണ്ടി ഉറച്ച ശബ്ദമായി മാറുന്നതിന് അതിന് ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്നുള്ളത് അവർക്ക് കാലങ്ങളായിട്ട് ശോഭാ സുരേന്ദ്രനുമായി പരിചയമുള്ള പാലക്കാട്ടെ ഓരോ വോട്ടർമാർക്കും അത് മനസ്സിലാകുന്ന കാര്യമാണ് എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഇനി ഉള്ള ദിവസം നിർണായകമാണ് എന്നുള്ളത് സംശയമില്ല. കാരണം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ കുറഞ്ഞ ഒരു സമയം മാത്രം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് ഓരോ സ്ഥാനാർത്ഥിയും ഉദ്ദേശിക്കുന്നത്. ഏതായാലും പാലക്കാട് ഇന്നിപ്പോൾ വിവിധ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തുന്നുണ്ട്. അതിൽ തന്നെ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പോലും ഇത്രയേറെ ജനബാഹുല്യം അതൊരു മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാലക്കാട് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് RDO ഓഫീസിലേക്ക് ഇതിനു മുൻപ് LDF-ൻ്റെ സ്ഥാനാർത്ഥിയും അതിനും കുറച്ചു മുമ്പ് UDF-ൻ്റെ സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയിരുന്നു. പക്ഷേ ആ 2 സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾക്കൂട്ടം അത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു അവർക്കൊപ്പം ഉണ്ടായിരുന്നതെങ്കിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടി എത്തുന്നു എന്നുള്ളതാണ്. അത് ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകാര്യത, പിന്തുണ അത് കൂടുതൽ വ്യക്തമാക്കുന്ന ഘടകമായി മാറുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞത് തനിക്ക് എല്ലാ കോണുകളിലും വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ BJP വോട്ടുകൾ മാത്രമല്ല LDF-ൻ്റെയും UDF-ൻ്റെയും വോട്ടുകൾ പോലും BJPക്ക് NDAക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.